ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഉൾഭാഗം നല്ല ജ്യൂസിയും പുറം ഭാഗം നല്ല ക്രിസ്പിയുമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ 65യുടെ റെസിപ്പിയാണ് കേട്ടോ. മസാല ഒട്ടും തന്നെ പിരിഞ്ഞു പോകാതെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചിക്കൻ 65 എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കിയാലോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ചിക്കൻ 65 തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 1/2 കിലോ അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ പീസ് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. എല്ലില്ലാത്ത പീസ് എടുക്കുന്നതിനേക്കാളും എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ പീസ് എടുക്കുന്നതാണ് കേട്ടോ കൂടുതൽ രുചികരമായിട്ടുള്ളത്. 1/2 കിലോ അളവിലാണ് എടുത്തിട്ടുള്ളത്. ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ നിറയെ തൈരാണ്. അപ്പോൾ അധികം പുളി ഇല്ലാതെ തൈര് നോക്കി വേണം എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഇച്ചിരി പുളി കുറവുള്ള തൈരാണ്. ആ തൈരാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തൈരിന് പകരം നമ്മുടെ കയ്യിൽ യോഗട്ട് ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. പക്ഷേ പുളിയുള്ള തൈര് ചേർക്കരുത്. അപ്പോൾ നമ്മൾ ഈ തൈര് ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ കൈവച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിക്ക് നല്ലതുപോലെ നമ്മുടെ തൈരെല്ലാം ഞാനൊന്ന് നമ്മുടെ ചിക്കനിലേക്ക് ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മളിങ്ങനെ തൈര് ചേർത്തിട്ട് ചിക്കൻ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ടാകും കേട്ടോ. ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 10 മിനിറ്റിന് ശേഷം മാത്രം നമുക്ക് ബാക്കി ചേരുവകൾ ചേർക്കാവുന്നതാണ്. എന്നാൽ ശരി, ഒരു 10 മിനിറ്റ് ഞാനൊന്ന് അടച്ചു വെക്കുകയാണ്. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ ചിക്കൻ എല്ലാം ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുകയാണ്. അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് 1 ടീസ്പൂൺ അളവിൽ ചേർക്കുന്നത്. കൂടെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ കശ്മീരി ചില്ലി പൗഡറും കൂടിയാണ്. അപ്പോൾ നമ്മളിത് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ലൊരു കളർ കിട്ടും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഒരു മുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് 1-1.5 ടീസ്പൂണോ അളവിൽ മാത്രം നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി മാത്രം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. 1 ടീസ്പൂൺ നിറയെ തന്നെ മല്ലിപ്പൊടിയും ചേർക്കുകയാണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഗരം മസാല പൊടിച്ചതാണ്. 1 ടീസ്പൂൺ അളവിലാണ് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം മഞ്ഞൾപ്പൊടിയും കൂടി. ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. 1 ടീസ്പൂൺ അളവിലാണ് കേട്ടോ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യമായിട്ടുള്ളത്. കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇതിനൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന ചിക്കൻ 65-ന് ഒരല്പം റെഡ് കളറും കൂടി ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് വീട്ടിൽ തയ്യാറാക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് അങ്ങനെ ഒരു കളറിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെയാണ് നമ്മളിതുപോലെ 65 തയ്യാറാക്കുന്നതെങ്കിൽ ഒരല്പം കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം, നിർബന്ധമൊന്നുമില്ല. ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ചേർക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കശ്മീരി ചില്ലി പൗഡർ തന്നെ ധാരാളം മതിയാകും കേട്ടോ ആവശ്യത്തിനുള്ള കളറിന്. ഇതുപോലെ നന്നായിട്ട് നമ്മുടെ ചിക്കനിലേക്ക് മസാല എല്ലാം ഞാനൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് കുറഞ്ഞത് ഒരു 15 മിനിറ്റെങ്കിലും നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. മാക്സിമം ഒരു 1/2 മണിക്കൂർ മതിയാവും. ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കാവുന്നതാണ്. പുറത്ത് വെക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 15 മുതൽ 30 മിനിറ്റ് വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അത്രയും സമയം കൊണ്ട് ഈ മസാല കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ ചിക്കനിൽ പിടിച്ചിട്ടുണ്ടാവും. എന്നാൽ ശരി, ഞാനൊരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 1/2 മണിക്കൂർ അടുപ്പിച്ചായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഈ മസാലയൊക്കെ മിക്സ് ചെയ്യുന്ന ആ ഒരു സമയമേ നമ്മൾ ഇതിലേക്ക് കോൺഫ്ലോർ ചേർക്കാൻ വേണ്ടി നിൽക്കരുത്. അങ്ങനെ നമ്മൾ മസാല ചേർക്കുന്ന സമയത്ത് കോൺഫ്ലോർ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഈ മസാല ഒന്ന് നമ്മുടെ ചിക്കനിലേക്ക് പിടിക്കില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇതുപോലെ ഒരു 1/2 മണിക്കൂർ വെച്ച് നമ്മുടെ മസാലകളെല്ലാം പിടിച്ചതിന് ശേഷം മാത്രം ലാസ്റ്റ് പൊരിക്കുന്ന സ്റ്റേജിൽ മാത്രമേ നമ്മൾ ഇതുപോലെ കോൺഫ്ലോർ ചേർക്കാൻ വേണ്ടി പാടുള്ളൂ. ഇനി കോൺഫ്ലോർ ചേർത്തിട്ട് വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് നമ്മൾ ചിക്കൻ 65 തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് മസാലകളൊന്നും പിരിഞ്ഞു പോകാതെ വളരെ ക്രിസ്പിയും ജ്യൂസിയുമായിട്ടുള്ള നല്ല ചിക്കൻ 65 ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയം നമ്മളിതിലേക്ക് നാരങ്ങ ജ്യൂസും ചേർക്കേണ്ട ആവശ്യമില്ല. നാരങ്ങ ജ്യൂസ് ചേർക്കുമ്പോഴും ഇതുപോലെ മസാല പിരിഞ്ഞു പോകുന്ന ഒരു കാരണം വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ പൊരിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ലെമൺ ജ്യൂസ് ആവശ്യമെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസ് നമുക്ക് ഇതിന് മുകളിലേക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാവുന്നതാണ്. ഇതുപോലെ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേഗം തന്നെ ഇതൊന്ന് പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു ചീനിച്ചട്ടിയിലേക്ക് ഞാനിപ്പോൾ കുറച്ച് എണ്ണ ഒന്ന് വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്.
അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ പീസൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മളെപ്പോഴും ഈ ചിക്കൻ 65 എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എണ്ണ ഒന്ന് മുങ്ങിക്കിടക്കാനും പാകത്തിന്, അതായത് ചിക്കൻ പീസൊക്കെ അതിൽ മുങ്ങിക്കിടക്കണം എണ്ണയിൽ, ആ ഒരു രീതിക്ക് വേണം കേട്ടോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഫ്ലെയിം എല്ലാ സമയത്തും നമുക്ക് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. ഒരുപാട് ലോ ഫ്ലെയിമിൽ നമ്മളിത് വെക്കേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. നമ്മൾ ഈ ഒരു രീതിക്ക് ചിക്കൻ പൊരിച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ഇതിൽ മസാലകളൊന്നും എണ്ണയിലേക്ക് പിരിഞ്ഞു പോകുന്ന ആ ഒരു പ്രശ്നമേ വരില്ല കേട്ടോ. നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഏത് എണ്ണയാണോ കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് ആ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണയിലോ സൺഫ്ലവർ ഓയിലോ ഏതായാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഇത് ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ എപ്പോഴും ചിക്കൻ പൊരിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറും അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റും ഒക്കെയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ചിക്കൻ 65 ആണെങ്കിലും അല്ല, അതുപോലെ തന്നെ ചിക്കനൊക്കെ പൊരിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണയിൽ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇതും പൊരിച്ചെടുക്കുന്നത്. പലരും കമൻസിലൂടെ ചോദിക്കുന്നതാണ്, ഇതുപോലെ നമ്മുടെ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന കടായി ആണെന്നുണ്ടെങ്കിൽ, ഇതുപോലെ കാസ്റ്റ് അയൺ ആണെന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയൊക്കെ അത് ബ്രാൻഡും അതുപോലെ തന്നെ അതിൻ്റെ ലിങ്കൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങുന്നതൊക്കെ ആമസോണിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു രീതിക്ക് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുത്ത് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അത്യാവശ്യം നല്ല കളറിൽ തന്നെയാണ് നമ്മുടെ ഈ 65 റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ച് കളറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മളെടുത്ത് കശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ മാത്രം ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി മാത്രം ചേർക്കാം. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്ത് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതല്ലാതെ ഒരു സൈഡ് ഇങ്ങനെ ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടി നിൽക്കരുത്. ഇതുപോലെ ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 8-9 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇത്രയും തന്നെ ധാരാളം മതിയാവും. ഇതിലും കൂടുതൽ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്യാൻ നിൽക്കരുത്. ഒരുപാട് സമയം നമ്മളിത് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ നല്ലതുപോലെ ഹാർഡായി പോകും. അപ്പോൾ അതിൻ്റെ ആ ഉള്ളിൽ ആ ഒരു ജ്യൂസി ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്, നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതൊന്ന് മുറിച്ച് ചേർക്കാം. കൂടെ തന്നെ ഒരു അല്പം കറിവേപ്പിലയും കൂടി. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് ഇത് എടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് ചെയ്തെടുക്കാവുന്നതാണ്. ഒട്ടും തന്നെ എണ്ണയിലേക്ക് മസാലകളൊന്നും പിരിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ ഈ പറഞ്ഞ ഈ ചേരുവകളും ഇതുപോലെ ഈ ഒരു സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് ചിക്കൻ 65 നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ നമ്മൾ ചിക്കനെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഒരല്പം പോലും മസാലകളൊന്നും എണ്ണയിലേക്ക് പടർന്നു പോകാതെ കംപ്ലീറ്റ് മസാലയും നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ലെമൺ ജ്യൂസൊക്കെ ചേർക്കാവുന്നതാണ്. സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചേർക്കാം. പുറം ഭാഗം വളരെ ക്രിസ്പിയും അകം നല്ല ജ്യൂസിയുമായിട്ടുള്ള ഒരു ചിക്കൻ 65 ആണ് കേട്ടോ. ഉറപ്പായിട്ടും ഇതുപോലെ നിങ്ങളെ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.